ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ കണ്ട് തുടങ്ങട്ടാ. അപ്പോൾ മക്കളെ, നമുക്കിന്നൊരു അച്ചാറിൻ്റെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ പണിയിലാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു 1.5 കിലോ ബീഫ് അച്ചാറുണ്ട്, പിന്നെ 1 കിലോൻ്റെ സൂതച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് കണക്കായ സാധനങ്ങൾ നമ്മൾ വാങ്ങിയതാണ്. പിന്നെ ആവശ്യമുള്ളത് പിന്നെ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് ഒക്കെ ചെയ്തിട്ടാണ്. അപ്പം സൂതമീനാട്ടത്. അപ്പം ബീഫ് നന്നായി ചെറുതാക്കി അരിഞ്ഞുകാണ്ട്, അപ്പോൾ മുഴുവനായിട്ടൊന്നും നമ്മൾ കാണിക്കണില്ല. ആദ്യം നമ്മളൊരു അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടാൽ ഗൾഫിക്ക് കൊണ്ടാകാനുള്ള ഇതും ഗൾഫിക്ക് കൊണ്ടാകാനും പിന്നെ ഹോസ്റ്റലിക്ക് പഠിക്കണ കുട്ടിക്ക് കൊണ്ടാകാനും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ വേറെ ആയിരിക്കുമല്ല, നമ്മൾ അഞ്ചത്തിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അഞ്ചത്തിൻ്റെ ഒരു മോന് ഗൾഫിക്ക് പോവുകയാണ്, ഒരു മോന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ അവിടേക്ക് എനിക്ക് ഹോസ്റ്റലിക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ടത്. അപ്പോൾ നമ്മൾ നല്ല ബീഫ് നോക്കി വാങ്ങിയതാണ്. അപ്പോൾ അച്ചാറിടാനെന്ന് പറയുമ്പോൾ ഒരു നല്ല ബീഫ് തരും കേട്ടോ. കണ്ടില്ല, നല്ല ബീഫ് എല്ലില്ലാത്തയും നെയ്യില്ലാത്തയും ബീഫ് നോക്കി വാങ്ങണം കേട്ടോ. നെയ്യ് കുടുങ്ങിയാൽ തന്നെ നമ്മളത് അതിൽ വെട്ടിങ്ങാണ്ട് ഒഴിവാക്കണം. അങ്ങനെ കേട്ടോ അച്ചാറിടൽ. അപ്പോൾ നമ്മൾ നന്നായി ചെറുതാക്കിയാണ് പീസാക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. മുഴുവനായിട്ടും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നന്നായി കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ ഈ നോമ്പിനൊക്കെ ഇടാൻ പറ്റിയ അച്ചാറിട്ട ഈ ബീഫും പിന്നെ സൂതമീൻ്റെ അച്ചാറൊക്കെ. എന്താ വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ നോമ്പിനൊക്കെ അത്താഴത്തിന് ചോറ് തിന്നാൽ പോവില്ലല്ലോ. ഒലിക്ക് ചോറ് തിന്നാൻ കുട്ടികൾക്കൊക്കെ ഫുള്ള് നോമ്പ് നോൽക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നോമ്പിന് നല്ല ബെസ്റ്റ് സാധനം കേട്ടോ. വേറെ എന്ത് അച്ചാറിനെക്കാട്ടി എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി ഇരിക്കേണ്ടത് ഈ അച്ചാറുകളാണ്. അപ്പോൾ നമ്മൾ നോമ്പായിട്ട് നമ്മൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കിക്കാണ്ട് ഒന്ന് പിന്നെ എല്ലാവർക്കും ഓർഡറിന് ഇങ്ങനെ കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയണോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല ബീഫ് പോയിങ്ങാണ്ട് നമ്മൾ ബീഫ് കടി പോയിങ്ങാണ്ട് നമ്മൾ പറയണം അച്ചാർ ഇടാനാണെന്ന്. അപ്പോഴേ ഒരു നല്ലത് തരുള്ളൂ. നല്ല പോത്തിൻ്റെ വാണേനു കേട്ടോ. ഇപ്പം വേറെയുള്ള ഇതൊന്നും പറ്റില്ല. ഫ്രഷ് ഇറച്ചി വാങ്ങിങ്ങാണ്ട് ഇതേപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറിയതാക്കി അരിഞ്ഞരിഞ്ഞുകാണ്ട് കേട്ടോ അച്ചാറിന് നുറുക്കൽ. അപ്പോൾ ഒരു വെട്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടണ്ട, ഞാൻ വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു. വെട്ടി തരുമ്പോൾ അതിൽ പലതും കുടുങ്ങിപ്പോവേ. അപ്പോൾ നമ്മൾ തന്നെ വെട്ടുമ്പോഴാണ് അപ്പോൾ നല്ല ഇറച്ചി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഞാൻ ഒഴിവാക്കി. നെയ്യൊന്നും ഒഴിവാക്കാൻ വല്ലാതെ ഇല്ല കേട്ടോ. 1.5 കിലോ ഇറച്ചിയാണ്. അപ്പോൾ നെയ്യ് കുറച്ചേ ബാക്കിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ അരിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ച് തരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി തന്നുകാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതൊന്ന് നിൽക്കുക. അപ്പം ആ ബെല്ലൊന്ന് കറുത്ത ബെല്ലായി മാറും. അപ്പം ഞാൻ ഇടുന്ന പിന്നെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിട്ടാ. നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ഇതിൽ നിന്ന് ബാക്കിയായിട്ടുള്ളൂ കേട്ടോ. 1.5 കിലോ ഇറച്ചി വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് വാങ്ങുമ്പോൾ അങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ ഏതെങ്കിലും ഇറച്ചി കൊണ്ടൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ അടുപ്പത്ത് തന്നെ കേട്ടോ വെച്ചത്. പിന്നെ കുക്കറിൽ വെക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളം ഇന്നിങ്ങനെ പൊന്തി വരും. പിന്നെ ആ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ അടുപ്പുമേലാണ് വെച്ച് ഞാൻ കുറച്ച് ചേരും ചിരട്ടിലൂടെയാണ് വെച്ചിട്ടിട്ടാ. അപ്പം ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ അതിൽ തിളച്ച് ഇങ്ങനെ വറ്റിപ്പോയി. അപ്പോൾ പിന്നെ മേലെ ഒരു ദമ്മൊക്കെ ഇട്ടുകാണ്ട് അപ്പോൾ വെള്ളം വറ്റലുമായി ബീഫ് വേവലുമായിട്ടാ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിക്കണേ. അപ്പം ഞാൻ ഇത്ര വരെ ബീഫിൻ്റെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ സൂതൻ്റെ ആട്ട കാണിക്കേണ്ടത്. അപ്പം ബീഫൊക്കെ നല്ല വറ്റി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ സൂതമീൻ ഇട്ടത്. അപ്പം ഞാനത് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേസം കുരുമുളകും പൊടിയും കൂട്ടിങ്ങാണ്ട് നല്ലോണം മസാല തിരുമ്പിങ്ങാണ്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചതിന് കേട്ടോ. അപ്പം നമ്മളിത് ഉണ്ടാക്കാനായപ്പോൾ ഞാൻ എടുത്തുകൊടുന്നാണ്. കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ആ മസാല തേച്ച് വെച്ചു. അല്ല ഞാൻ പിന്നെ ചീയത്ത് ചെയ്താലോ എന്ന് വിചാരിച്ചിക്കാണ്ടേ. അപ്പോൾ മസാല പിടിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നുകാണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കേണ്ടത്. പൊരിക്കാൻ നല്ല വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ഉണ്ടാക്കിയത് എണ്ണയിലാണ്. പിന്നെ എൻ്റെ അഞ്ചത്തി പറഞ്ഞിന് കുറച്ച് എണ്ണ കുറക്കാൻ, വല്ലാതെ വേണ്ടതിനൊന്ന് പറഞ്ഞിട്ടാ. അപ്പം നമ്മൾ എരിവൊന്നും വല്ലാതെ ഇടാനും വയ്യ. അധികം പിന്നെ എണ്ണ ഉണ്ടാകുമ്പോഴല്ലേ എരിവ് കുറയില്ലേ. അപ്പോൾ നമ്മൾ അതിൽ ചട്ടിയിൽ വെച്ചുകാണ്ട് നല്ലാണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ. നല്ല അലുവക്കണ്ടത്തിൻ്റെ മാതിരി ഉണ്ടാവും. അച്ചാറിട്ട് കിണിച്ചിട്ട് ഇങ്ങനെ ഒടിയൊന്നും ചെയ്യൂല കേട്ടോ. ഇത് സൂതയാണിത്. ബീഫിൻ്റെ അച്ചാർ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടില്ല. ബീഫിൻ്റെ അച്ചാർ ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കണേ. കാണണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കണ്ടു നോക്കേണ്ടി. അപ്പോൾ ചട്ടിയിലിട്ട് കാണാൻ നല്ലതായിട്ട് പിന്നെ വേവും വേണം, നല്ലതാണ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂത പിന്നെ ഓല് തന്നെ മുള്ളില്ലാതെ വെട്ടി തന്നതേന്. അതൊക്കെ നമ്മൾ പറഞ്ഞ് വെട്ടിക്കണം. നമ്മൾ കൊടുന്ന് വെട്ടുമ്പോൾ പിന്നെ മുള്ളുണ്ടാവും. അപ്പോൾ അച്ചാറിന് പറഞ്ഞാൽ ഒരു മുള്ളില്ലാതെ വെട്ടിത്തരും. ഒരു സൂത കേട്ടോ. ഒരു സൂത 1 കിലോന് 300 ഉണ്ടായിന്. പിന്നെ അതിൻ്റെ തലേ പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ കയമ്പാക്കി കണ്ടിട്ട് വെട്ടി തന്നിക്കണം കേട്ടോ.
അപ്പോൾ ഇതും നോമ്പിനിട്ടേക്കാൻ പറ്റിയ നല്ല അച്ചാറാണ്. അപ്പോൾ ഈ രാത്രിയൊക്കെ കുട്ടികൾക്ക് ചോറ്റിൽ കൂട്ടാൻ ഒരു ലേസം ഒരു അച്ചാർ എടുക്കണം, അത്ര കൂട്ടിയാൽ മതി. കുട്ടികൾ നല്ല വയറ് നിറച്ച് ചോറ് തിന്നോളൂ. വേറെ എന്തെങ്കിലും കൂട്ടാൻ്റെ മാതിരില്ല. വേറെ എന്ത് കൂട്ടാനുണ്ടായാലും കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റില്ല. അന്നേരം അത്താഴത്തിന് നേരത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ല അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടാ. അപ്പോൾ ഇപ്പം നോമ്പിൻ്റെ പണിയൊക്കെ തുടങ്ങിയല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നനച്ചുള്ളിപ്പണി ഒക്കെ തുടങ്ങാനായി. അപ്പോൾ അതൊക്കെ ഞാൻ അധികം തുടങ്ങൽ പിന്നെ ആണുങ്ങളൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോഴേ ഉച്ചയ്ക്ക് ചോറ് വെക്കാനില്ലെങ്കിൽ ആ സമയത്തൊക്കെ തുടങ്ങൽ. അപ്പോൾ തന്നെ ലേസം ഉലുവയും കടുകും കൂടി ഒന്നുണ്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ആ ചട്ടിയിലിട്ടുകാണ്ട് പിന്നെ പിന്നെ മൂപ്പിക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നനച്ചുള്ളിപ്പണിയും പിന്നെ പെരിയിലെ ആണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, ഓല് ഉച്ചക്കില്ലാന്നുണ്ടെങ്കിൽ അപ്പളായിട്ട് എടുക്കാൻ ഏറ്റവും സുഖം. ഞാൻ അങ്ങനെ എടുക്കൽ. എന്നാൽ പിന്നെ ഓല് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കണം, പിന്നെ വരുന്ന നേരത്ത് വളർത്തി കൊടുക്കണം. അപ്പോഴൊക്കെ നമ്മൾ പണി ഇങ്ങനെ നേരം പോകും. അപ്പോൾ ഓല് എപ്പോഴാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അപ്പം എടുക്കൽ തുടങ്ങും കേട്ടോ. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കുറേ എടുക്കും. പിന്നെ വേനലാവുകയാണ്, വെള്ളമില്ലാത്ത കാലമാവുകയാണ്. എല്ലാവരും വെള്ളമൊക്കെ ഒന്ന് കരുതി എടുത്തോളണ്ടിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. ആരും ദേഷ്യപ്പെടുക, ആരും ചൂടാവുകയൊന്നും ചെയ്യണ്ട. പിന്നെ വെള്ളമില്ലാത്ത ഞങ്ങൾക്കൊക്കെ വെള്ളത്തിനൊക്കെ ഭയങ്കര ടൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുകയെ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെ കരുതി തുടങ്ങിയാൽ കുറേ വെള്ളത്തിനൊക്കെ ആക്കുണ്ടാവും കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളം കൊണ്ടൊക്കെ പണിയെടുക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ ലീവുള്ള ദിവസം നോക്കിക്കാണ്ട് നനച്ചുള്ളി പണി എടുക്കട്ടെ. അപ്പം എന്താണെന്നാ കുട്ടികൾക്കൊക്കെ ഒന്ന് പഠിക്കാനും നന്ന്. കുട്ടികൾ ഒഴിവുണ്ടെങ്കിൽ ഫോണുമ്പോൾ കളിച്ച് കുത്തിറക്കില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പിന്നെ കൂടി ഒന്ന് പഠിക്കാനൊക്കെ നന്നിട്ടാ. എല്ലാവരും കുട്ടികളൊക്കെ കൂട്ടിക്കാണ്ട് പണിയെടുക്കുക. അല്ലാതെ കുട്ടികൾ പോയതിൻ്റെ ദിവസം അമ്മമാർ എടുക്കരുത്. അപ്പോൾ അവർക്ക് എന്തൊക്കെ എടുത്തുന്ന ഒന്നും ഓൽക്കൊന്ന് ഭാവിയിൽ പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടത്. എണ്ണ ഒഴിച്ചുകാണ്ട് കടുകിട്ട് മൂപ്പിച്ചുകാണ്ട് നല്ല കറിവേപ്പില ഇടണം. അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കൽ. അപ്പോൾ അതിലേക്കുള്ള പിന്നെ വെള്ളുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ബീഫ് അച്ചാറാണ് ആദ്യം ഇട്ടത്. അതിൻ്റെ ശേഷമാണ് ഇത് ഇടേണ്ടത്. അപ്പം വെള്ളുള്ളി ഇഞ്ചിയൊക്കെ നല്ല ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ കൊപ്പ് കൂടുതലുള്ള സാധനങ്ങളല്ലേ, കൊളസ്ട്രോളിനൊക്കെ പറ്റാത്തതാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ വെള്ളുള്ളി ഇഞ്ചിയൊക്കെ നല്ല ഇട്ട് കൊടുക്കണം, കറിവേപ്പിലൊക്കെ നല്ല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇതിലിട്ടുകാണ്ട് നല്ലത് ബ്രൗൺ കളറായി മാറോളം പിന്നെ എണ്ണയിലിട്ടുകാണ്ട് നല്ല മൂപ്പിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എണ്ണയിലാക്കിയത് ഇനി കുറച്ചായി ഇരിക്കാനൊക്കെ പിന്നെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയപ്പോൾ ഫ്രിഡ്ജിലെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിചാരിച്ചുകൊണ്ടായിട്ട് ഞാൻ എണ്ണയിലാക്കുന്നത്. വെളിച്ചെണ്ണയിലായാലും ഒരു മാസം ഇരിക്കുള്ളൂ. പിന്നെ കാറാൻ തുടങ്ങും. പിന്നെ കാറിലാവുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുമേ. അപ്പോൾ വിചാരിച്ചുകൊണ്ട് അപ്പോൾ അത് നല്ല മൂത്ത് എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിക്ക് ലേശം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അതിക്കുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ നല്ല എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെ കേട്ടോ നനച്ചുള്ളിപ്പണിക്കുള്ള ട്രിക്കുകൾ. അപ്പോൾ നമ്മളൊരു പഴയ വീട്ടമ്മയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ വേഗം ഉണ്ടാക്കി അടുപ്പത്തുനിന്ന് അടുക്കളയിൽ നിന്ന് കഴിച്ചിലാകാൻ പറ്റിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. എന്നെങ്കിലേ നമുക്ക് നനച്ചുള്ളിപ്പണി എടുക്കാനൊക്കെ കഴിയുള്ളൂ. പിന്നെ മാസ്ക് ഇടണം. മാസ്ക് ഇടണ്ടാട്ടോ നല്ലത്. എന്താ വെച്ചാൽ പൊടി കരിങ്ങാണ്ട് ഇപ്പോൾ ഭയങ്കര കുരായിട്ടും ഒരു പൊടി കരിങ്ങാണ്ട് അലർജീൻ്റെ സൊക്കടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ മാസ്ക് ഇട്ടാൽ നമുക്ക് കോവിഡ് കൊണ്ട് കിട്ടിയൊരു ഉപകാരം ഇപ്പോൾ അതാട്ടോ. മാസ്ക് ഇടുന്നതിനിപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ മാസ്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുറേ നമുക്ക് പിന്നെ സോക്കടൊന്നും ഇല്ലാതെ നിൽക്കും. അപ്പോൾ നമ്മൾ ആ പൊരിച്ച മീൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ. മസാല നല്ല ഉണ്ട് മൂക്കിൻ്റെ ശേഷം ഇത് നന്നായി ഇതാക്കിയിട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. പിന്നെ വിനാഗിരി മാത്രമേ ഒഴിക്കുള്ളൂ. അത് മാത്രമേ ഒഴിക്കുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം ആക്കണമെങ്കിൽ പിന്നെ നമ്മൾ തിളപ്പിച്ചാറി വെള്ളം കൂട്ടാമെന്നല്ലാതെ അതിൽ തന്നെ ഒഴിക്കരുത്. അപ്പോൾ കേടാകാൻ വരും. അപ്പോൾ വെറും വിനാഗിരി മാത്രം ഒഴിച്ചതിന് ശേഷം നല്ല തിളക്കണം. എന്നാലേ അതിലും വെള്ളം ഉണ്ടാവും. അതാട്ടോ അങ്ങനെ ചെയ്യണ്ടേ. പിന്നെ ഞാൻ പൊടിച്ചുവെച്ചതുണ്ടല്ലോ പിന്നെ ഉലുവയും കടുകും അതിൻ്റെ പൊടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുമ്പോൾ നല്ല വെള്ളം കുടിക്കണം. കഞ്ഞി കുടിക്കാൻ പറ്റണമല്ലാണെങ്കിൽ കഞ്ഞി തന്നെ കുടിക്കണം. ഞാൻ എന്താ കാട്ടിൽ കുറച്ച് ചമ്മന്തി അരച്ച് വെക്കും. അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിച്ചോളും. അല്ലെങ്കിൽ ഈ വേനൽക്ക് കഞ്ഞി കുടിച്ചാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഞ്ഞി കൊടുക്കണം. ചമ്മന്തിയൊക്കെ ഉണ്ടായാൽ കുട്ടികൾ കഞ്ഞി കുടിക്കൂട്ടോ. നല്ല കാന്താരിമുളക് ഇട്ടുകാണ്ട് നല്ലൊരു ചമ്മന്തി അരക്കും, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട്. അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കാത്തവരും കൂടി കഞ്ഞി കുടിക്കും. അപ്പോൾ കുട്ടികൾക്കൊന്നും ക്ഷീണം വരില്ല. ഇപ്പം തന്നെ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നിൽക്കണം. ഇനിയിപ്പോൾ ഒരു മാസമല്ലേ ഉള്ളൂ. നല്ല കൊട്ടം വേനൽക്കാണ് വരുന്നത് നോമ്പ്. അപ്പം നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കിയാൽ കുട്ടികൾക്കൊക്കെ സോക്കടാകാനും നോമ്പ് ഫുള്ളാക്കാനും ഒക്കെ കഴിയൂട്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അച്ചാറുകളൊക്കെ റെഡി ആക്കിട്ടാ. ഇത് ബീഫ് അച്ചാറാണ് കേട്ടോ. ബീഫ് അച്ചാർ നമ്മൾ ഇട്ടച്ചെന്ന് അറിയില്ല. അത് രണ്ടും കൂടി കാട്ടുമ്പോഴത്തേനും ലെങ്ത്ത് കൂടുന്ന് വിചാരിച്ച് കണ്ട് രണ്ടും കൂടി നമ്മൾ കാണിച്ചിട്ടില്ല, വേറെ കാണിക്കൂട്ടാ. അപ്പോൾ അതാ ബീഫ് അച്ചാറാണിത്. മറ്റേത് സൂതൻ മീനിൻ്റെ അച്ചാറും കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പുകൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. കുറച്ച് 1/2 കിലോ ബീഫെങ്കിലും കൊണ്ടുവന്ന് കാണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ വെറുതെ ഒന്നും പറയില്ല, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പം ബീഫ് അച്ചാറാണിത്. ഇനി അടുത്തത് സൂതമീൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.